ജീവിതത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, ജീവിതത്തെ പിടിച്ചുകുലുക്കുന്ന പ്രതികൂലങ്ങൾ തലയ്ക്ക് മീതെ കവിഞ്ഞു വരുമ്പോൾ, ബലമില്ലാതാകുവോളം അല്ലെങ്കിൽ ബലം നഷ്ടപ്പെടുന്ന സമയത്ത് എന്തു ചെയ്യും? ഇന്നത്തെ സന്ദേശത്തിൽ പരിശുദ്ധാത്മാവ് നൽകുന്ന വചനം ശമൂവേലിന്റെ 1-ാം പുസ്തകം 30-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യമാണ്. ദാവീദ് വലിയ കഷ്ടത്തിലായി. ജനത്തിൽ ഓരോരുത്തന്റെ ഹൃദയം താന്താന്റെ പുത്രന്മാരെയും പുത്രിമാരെയും കുറിച്ച് വ്യസനിച്ചിരിക്കൊണ്ട് അവനെ കല്ലെറിയണമെന്ന് ജനം പറഞ്ഞു. ദാവീദോ തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. തൊട്ട് പുറകിൽ എഴുതിയിരിക്കുന്നു, അപ്പോൾ ദാവീദും കൂടെയുള്ള ജനവും കരയാൻ ബലമില്ലാതാകുവോളം ഉറക്കെ കരഞ്ഞു. അപ്പൊ ബലമില്ലാതാകുവോളം ഉറക്കെ കരഞ്ഞ്, ആ ഉറക്കെ കരഞ്ഞ ദുഃഖത്തിലിരിക്കുമ്പോൾ തന്നെ കൂടെയുള്ളവർ കല്ലെറിയാനായിട്ട് തുടങ്ങുന്നു. അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ എല്ലാവരും ഇട്ടിട്ട് പോകും, എല്ലാവരും ഓടിപ്പോകും. എന്താണ് സംഭവിക്കുന്നത്? അവിടുത്തെ പ്രത്യേകത, ദാവീദോ തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഇതിപ്പോ സംഭവിച്ചത്, ഫെലിസ്ത്യരെയൊക്കെ ആക്രമിച്ച് ദാവീദും അവന് കൂടെയുള്ള ജനങ്ങളൊക്കെ കടന്നു വരുമ്പോൾ അമാലേക്കർ വന്ന് അവന്റെ പ്രിയപ്പെട്ടവർ താമസിച്ച സിക്ലാഗ് ആക്രമിച്ച് കീഴടക്കി ഭാര്യയെയും മക്കളെയെല്ലാം പിടിച്ചോണ്ട് പോയി. അങ്ങനെ എല്ലാവർക്കും വലിയ ദുഃഖമായി. ഒരു സന്തോഷത്തിന്റെ അവസാനം വന്നപ്പോൾ വലിയൊരു ദുഃഖം കാണുകയാണ്. അപ്പോഴാണ് ബലമില്ലാതാകുവോളം കരഞ്ഞത്. എന്നാൽ അതേ കരച്ചിൽ നിൽക്കുന്ന ബാക്കിയുള്ള ആളുകൾ ദാവീദിനെ കല്ലെറിയാനായി തുടങ്ങുകയാണ്. ദാവീദ് കാരണമാണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത്. ഒടുവിൽ എന്ത് സംഭവിച്ചു? ദാവീദോ തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, എല്ലാ മേഖലയിൽ നിന്നും പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ, സന്തോഷിക്കാനോ ആനന്ദിക്കാനോ കഴിയാതിരിക്കുമ്പോൾ എന്താ ചെയ്യുക? ദാവീദ് ചെയ്തു, തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. പ്രിയമുള്ളവരെ, അങ്ങനെയാണ് നമുക്ക് ജയിക്കാൻ പറ്റും. ഏത് വിഷയങ്ങളെയും നമുക്ക് ജയിക്കണമെങ്കിൽ ദൈവത്തിൽ ധൈര്യപ്പെടുക. നമ്മൾ ആശ്രയിക്കുന്നെന്ന് പറയുന്ന മനുഷ്യരെല്ലാം, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു പറയുന്ന മനുഷ്യരെല്ലാം, അതെല്ലാം താൽക്കാലികമായിട്ടുള്ളതാണ്. അല്ലെങ്കിൽ അതൊക്കെ ഒരു സമയത്ത് നമ്മളെ തള്ളിപ്പറയുന്ന സമയങ്ങൾ കടന്നു വരും. ഒത്തിരി സന്തോഷിക്കാൻ, ഒത്തിരി ആനന്ദിക്കാനൊന്നും നമുക്ക് കഴിയാത്ത സാഹചര്യമുണ്ട്. കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുന്നതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഇവിടെ നോക്കി, ബലപ്പെടണമെങ്കിൽ ദൈവത്തിൽ ബലപ്പെടുന്നവൻ മാത്രമേ ബലപ്പെട്ടു നിൽക്കുകയുള്ളൂ. ലോകത്തിലെ ഏതെങ്കിലും ഒരു കാര്യത്തിലോ ആളുകളിലോ സാഹചര്യങ്ങളിലോ കഴിവുകളിലോ ഒക്കെ ആനന്ദം കണ്ടെത്തിയാൽ അതെല്ലാം ദുഃഖമായി മാറും. പക്ഷെ പിന്നീട് ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ, ദൈവത്തിൽ ബലപ്പെടുന്നവൻ ഒരിക്കലും ദുഃഖിക്കേണ്ടി വരികയില്ല. അവനെതിരെ എന്തെല്ലാം പ്രശ്നം വന്നാലും ദൈവം അവനെ ബലപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ഭയങ്കരന്മാരുടെ ചീറ്റൽ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 25-4 വാക്യം. ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിന് നേരെ ഒരു കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ നീ എളിയവന് ഒരു ദുർഗവും ദരിദ്രൻ അവന്റെ കഷ്ടത്തിലൊരു കോട്ടയും കൊടുങ്കാറ്റിൽ ഒരു ശരണവും ഉഷ്ണത്തിൽ ഒരു തണലുമായിരിക്കുന്നു. ഹല്ലേലൂയ. അതേ പ്രിയമുള്ളവരെ, ഭയങ്കരന്മാരുടെ ചീറ്റൽ കൊടുങ്കാറ്റ് പോലെ മതിലിന് നേരെ അടിക്കുമ്പോൾ എവിടെയാണ് ആശ്രയിക്കാനുള്ളത്? ദൈവത്തിലാണ് ആശ്രയിക്കാനുള്ളത്. ദൈവം നമ്മളെ സഹായിക്കും. അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത്, ദൈവം സഹായിക്കുമോ, ദൈവം കൂടെ ഇരിക്കുമോ, ദൈവം ഇറങ്ങി വരുമോ? അവിടെ ദൈവം നമ്മളെ ബലപ്പെടുത്തും. അപ്പൊ ദാവീദ് ദൈവത്തിൽ ബലപ്പെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ബലം കൊണ്ടാണ് അവൻ മുഴുവൻ പാട്ടുകൾ എഴുതിയിട്ടുള്ളത്. ആ ബലമാണ് അവന്റെ അമ്മയും അപ്പനും അവനെ ചെറിയ പ്രായത്തിൽ ഉപേക്ഷിച്ചത്. അവൻ കല്യാണം കഴിച്ച ഭാര്യ എന്ന് പറഞ്ഞ മീഖൾ, അവന്റെ അമ്മായിയപ്പൻ ഇവനെ കൊല്ലാനായിട്ട്, ഇന്നല്ലെങ്കിൽ നാളെ ഇവൾ നിമിത്തം അവനെ കൊല്ലണമെന്ന് ചിന്തിച്ച് ഭാര്യയെ ഏൽപ്പിച്ചു കൊടുത്തതാണ്. അവന് കൂടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം അഹിതോഫേലിന്റെ ആലോചനയിൽ വീണുപോയി ദാവീദിനെ കൊല്ലുവാൻ നടന്നു. അവന്റെ സ്വന്തം മകൻ അവനെതിരെ മാറി. ഇങ്ങനെയുള്ള പ്രതിസന്ധിയെല്ലാം വന്നപ്പോൾ എങ്ങനെ അദ്ദേഹം പിടിച്ചു നിന്നതെല്ലാം തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടുകൊണ്ടിരുന്നു. യഹോവ എന്റെ ഇടയനാകുന്നു, യഹോവ എന്റെ ജീവന്റെ ബലമാകുന്നു. ഇങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിന്റെ ബലത്തിലും ദൈവത്തിന്റെ സമാധാനത്തിലും. എവിടെയാണ് നമുക്ക് സമാധാനം? ശരിക്കും നമ്മൾ സമാധാനം നഷ്ടപ്പെടുന്ന ദൈവസാന്നിധ്യം കുറയുമ്പോഴാണ്, ആളുകൾ നമ്മളെ വിട്ടുപോകുമ്പോഴല്ല, സമ്പത്ത് കുറയുമ്പോഴല്ല. അപ്പൊ അങ്ങനെ കുറയുന്നുണ്ടെങ്കിൽ നമ്മുടെ ദൈവാശ്രയം കുറഞ്ഞതുകൊണ്ട് അതെ, നമ്മുടെ ആശ്രയവും നമ്മുടെ സമാധാനവും ദൈവത്തിൽ തന്നെ ആക്കിയേ പറ്റും. ഹല്ലേലൂയ. ബാക്കിയുള്ളതെല്ലാം താൽക്കാലികമായി ക്ഷണികമാണ്. അപ്പൊ ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ ദൈവം സംരക്ഷിക്കുന്നു. ഹല്ലേലൂയ. അവന്റെ പ്രതിസന്ധിയിൽ കൈ നീട്ടി അവനെ സഹായിക്കുവാൻ ദൈവത്തിന്റെ കരമുണ്ട്. ഹല്ലേലൂയ. 37-ാം സങ്കീർത്തനം 39-ാം വാക്യം. നീതിമാന്മാരുടെ രക്ഷ യഹോവയിൽ നിന്ന് വരുന്നു, കഷ്ടകാലത്ത് അവൻ അവരുടെ ദുർഗമാകുന്നു.
46 സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നു, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാകുന്നു. ഹല്ലേലൂയ. ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിന്റെ കോപം കൊണ്ട് വെള്ളം ഇരച്ചു കലങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല. സൈന്യങ്ങളുടെ യഹോവ നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ദൈവം നമ്മളെ കൈവിടില്ല. വലിയ വിഴുങ്ങുവാൻ ഭാവിക്കുന്ന പ്രതിസന്ധി കടന്നു വരുമ്പോഴും നമ്മുടെ ദൈവം കൈ നീട്ടി നമ്മളെ വിടുവിക്കും. ബലമുള്ള ശത്രുവിന്റെ കയ്യിൽ നമ്മെ വിടുവിക്കും. ഹിസ്കിയാ രാജാവ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, ഓവേ കുഞ്ഞുങ്ങൾ പ്രസവിക്കുവാറായിരിക്കുന്നു, പക്ഷെ ശക്തിയില്ല. അത്തരത്തിൽ ഞങ്ങളെ ആര് സഹായിക്കും? ആസ പ്രാർത്ഥിക്കുന്നുണ്ട്, ബലവാനും ബലഹീനം തമ്മിൽ കാര്യമുണ്ടായാൽ ആര് സഹായിക്കും? അപ്പൊ ഇങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കുന്നവന് പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളുടെ മുകളിൽ പ്രശ്നമുണ്ടെങ്കിലും സമയമാകുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി അവർക്ക് വേണ്ടി വരും. ഹല്ലേലൂയ. ദൈവം ഒരിക്കലും കൈവിടുകയില്ല. 1 കൊരിന്ത്യർ 10:13 അപ്പോസ്തലനായ പൗലോസ് പറയാണ്, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടി അവൻ പോക്കുവഴി ഉണ്ടാക്കി തരും. ഹല്ലേലൂയ. ഇന്ന് കടന്നു പോകുന്ന എല്ലാ പരീക്ഷയ്ക്കും ഒരു പോക്കുവഴി ദൈവം വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും, മറ്റുള്ളവർക്ക് പറഞ്ഞു തരാനും അറിയത്തില്ലായിരിക്കും, പക്ഷെ ദൈവം ഒരു പോക്കുവഴി വെച്ചിട്ടുണ്ട്. ദൈവത്തിന് പോക്കുവഴി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയും അത് ദൈവത്തിന്റെ കയ്യിൽ ഉണ്ടെന്ന് ഞാൻ പറയുകയും ചെയ്യുമ്പോൾ അത് എൻ്റെ മുമ്പിൽ ദൈവം വെളിപ്പെടുത്തും. ഹല്ലേലൂയ. ദൈവം ഇടപെടുമെന്നൊരു കാര്യം പറഞ്ഞു, ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു, ദൈവം പ്രവർത്തിച്ചിരിക്കും, ഉറപ്പാ. കാരണം എൻ്റെ വിശ്വാസം എൻ്റെ പ്രഖ്യാപനത്തിലൂടെ, എൻ്റെ വാക്കിലൂടെ വെളിപ്പെട്ട് വരണം. ചിലരുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, വിശ്വാസമുണ്ട്, എല്ലാ കാര്യമുണ്ട്. പ്രതിസന്ധി വരുമ്പോൾ ദൈവത്തെ തിരിച്ചു പറയും, മറ്റുള്ളവരെ കുറ്റം പറയും, കരഞ്ഞു കൂവി വിളിച്ച് പ്രശ്നമായി, ഒരു സ്വസ്ഥതയില്ല, സമാധാനമില്ല, എവിടെയും ചെന്നെത്തത്തില്ല. എന്നാൽ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് പറയാൻ, എൻ്റെ ദൈവത്തിലാണ് എനിക്ക് ബലം, എൻ്റെ ദൈവമാണ് എൻ്റെ സമാധാനം എന്ന് പറയാൻ പറ്റുമ്പോൾ അവിടെയാണ് പിശാച് നമ്മളെ വിട്ട് ഓടിപ്പോകുന്നത്. അവിടെയാണ് ശത്രുവിന്റെ തന്ത്രങ്ങളൊക്കെ മാറിപ്പോകുന്നത്. അവിടെയാണ് സമാധാനം നമ്മിലേക്ക് ഇറങ്ങി വരുന്നത്. ഹല്ലേലൂയ. ആമേൻ. വലിയ കഷ്ടത്തിലായി, ബലമില്ലാതാകുവോളം കരഞ്ഞു, കല്ലെറിയാൻ ആളുകൾ തുടങ്ങുന്നു. പക്ഷേ ദാവീദോ തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. അതെ, നമുക്ക് ധൈര്യപ്പെടുവാൻ, ആശ്വസിക്കുവാൻ, ആശ്രയിക്കുവാൻ ഒരു സങ്കേതമുണ്ട് നമ്മുടെ കർത്താവിന്റെ സന്നിധിയിലാണ്. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. കഷ്ടകാലത്ത് ശരണമായിരിക്കുന്ന ദൈവം കൂടെയുണ്ട്. ആമേൻ. ബലപ്പെടുത്തുവാൻ അവൻ ശക്തനാണ്. അവൻ കൈവിടത്തില്ല, അവൻ ഉപേക്ഷിക്കത്തില്ല, അവൻ കൂടെയുണ്ട്. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങളുടെ ജീവിത പടകിന് നേരെ കർത്താവെ വലിയ കാറ്റും തിരമാലയും കോളും ഒക്കെ കടന്നു വന്ന് മുക്കിക്കളയാൻ നോക്കുമ്പോഴും കൈനീട്ടി നീ ഭയപ്പെടണ്ട എന്ന് പറഞ്ഞ് കാറ്റിനെയും കടലിനെ ശാന്തമാക്കി മറുകര എത്തിക്കുവാൻ ശക്തിയുള്ളൊരു ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ട്. വിഴുങ്ങുവാൻ ഭാവിക്കുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ ഞങ്ങളെ കൈനീട്ടി വിടുവിക്കുന്ന ഒരു ദൈവം, ഞങ്ങളുടെ കഷ്ടതയിൽ ബലമില്ലാതാകുമ്പോൾ ഞങ്ങൾ കരയുമ്പോഴും അതിനപ്പുറത്തേക്ക് ഞങ്ങളെ ധൈര്യപ്പെടുത്തുവാൻ ഞങ്ങളുടെ കൂടെ വരുന്നൊരു ദൈവം, ഞങ്ങളെ തിരിച്ചറിയുവാൻ ഈ വചനം കേൾക്കുന്നവരുടെ ജീവിതത്തിൽ ഇടയാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവികമായ സ്വസ്ഥത, ദൈവികമായ സമാധാനം പ്രാപിക്കുവാൻ നിന്റെ മക്കളുടെ ഹൃദയങ്ങൾ തുറക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അവരുടെ മേൽ ദൈവിക സ്വസ്ഥതയും സമാധാനവും ഇറങ്ങിച്ചെല്ലട്ടെ. അത് സ്വീകരിക്കട്ടെ, അതിന്റെ സന്തോഷം അനുഭവിക്കട്ടെ. ദൈവം നല്ലവരെന്ന് പറയുവാൻ, ദൈവം വിശ്വസ്തരെന്ന് പറയുവാൻ, എല്ലാറ്റിനും ദൈവത്തിന്റെ പദ്ധതികളും തിരിച്ചറിയുവാൻ ഒക്കെ ഞങ്ങളെ സഹായിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിങ്ങൾ കുറെ പേർക്ക് ഷെയർ ചെയ്യാൻ മടിക്കരുത്. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ.